ഹേയോ എന്തൊക്കെ വർത്താനം സുഖല്ലേ? അപ്പോൾ ഇന്ന് ജൂൺ 3 സ്കൂളൊക്കെ തുറക്കല്ലേ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പോകാൻ നിൽക്കുക കേട്ടോ. റസുവൻ്റെ ചെറിയ അനിയത്തിനെ സ്കൂൾ ചേർത്തിട്ടുണ്ട് LKG. അപ്പോൾ ഓളും മറ്റോളൊക്കെ ഒരു സ്കൂളിലാണ് പഠിക്കണേ. ഓൾ 4ലാണ് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അവിടെ പോയി കരച്ചിലൊക്കെ. അപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും വിഷയമല്ല. ഒരു എൻ്റെ അനിയത്തി ഇന്നലെ രാത്രി ഉറങ്ങിയിട്ട് തന്നെ അല്ല. നമുക്ക് പൊലി പോകുന്നുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് അവിടെ എന്തൊക്കെ പ്രവേശനോത്സവത്തിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ കണ്ടത് കുറേ മുമ്പ് തന്നെ മുടി വാർന്ന് സ്റ്റൈലാക്കുന്ന രണ്ടാമത്തെ അനിയത്തിന് നേരെ താഴെ അനിയത്തിന് കേട്ടോ. ഇവള് 4ക്കാണ്. ഇവളെ രണ്ടാളും ഒരു സ്കൂളിലാട്ടോ പഠിക്കണേ. അപ്പോൾ കൊല്ലം കഴിഞ്ഞിടത്തോളം അവരുടെ ഫാഷൻ സെൻസും ഒക്കെ കൂടി വരികയാണ്. അപ്പോൾ ആദ്യമൊക്കെ അങ്ങനെ പോയിരുന്ന ആളിപ്പോൾ കണ്ണാടിയിലൊക്കെ നോക്കി ഭയങ്കര ഒരുക്കാണ്. മറ്റുള്ള ബാക്കിലുണ്ട് എനിക്കും വേണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാനും അവളെ മുടിയൊക്കെ സെറ്റായി കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ മുടി വേണമെന്ന് വെച്ചാൽ കുറേ സജഷനാണ്. എന്നിട്ട് ഒരു കുറവില്ലാത്ത അവൾ സെലക്ട് ചെയ്യുക ലാസ്റ്റ്. അങ്ങനെയാണ് എപ്പോഴും നടക്കുക. നമ്മൾ നല്ല ഭംഗിയിൽ കെട്ടി കൊടുത്താൽ അത് പറ്റൂല. എന്തെങ്കിലും യൂട്യൂബിലോ ഫോണിലോ കണ്ട സാധനങ്ങളെ ഓൾക്ക് പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഓൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഹെയറൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തു. എങ്ങനെ വേണ്ടെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇഷ്ടം മറ്റുള്ള വീഡിയോ എടുക്കുന്നത് മറ്റനിയത്തെ വീഡിയോ എടുക്കുന്നത് റിയ. ഇത് റസുവ കേട്ടോ. റിയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ ഇളകി നിൽക്കുന്നുണ്ട്. പിന്നെ വീഡിയോ ഓഫാക്കാതെ അവിടെ വെച്ച് പോയി. അങ്ങനെ മുടികെട്ടലൊക്കെ കഴിഞ്ഞു. ഇതാണ് ഓൾക്ക് ഇഷ്ടപ്പെട്ട ഹെയർ സ്റ്റൈൽ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വൈകുന്നു. ഞങ്ങൾ ഓട്ടോയിൽ അങ്ങോട്ട് പോയി. ഇവരെ സ്കൂളിൻ്റെ ഇതൊരു മാനേജ്മെൻറ്റ് സ്കൂളാട്ടോ. ഗവൺമെൻറ്റും അങ്ങനെ എന്തൊക്കെയോ ആണ്. CBSE സ്കൂളല്ല. അതിന് മുന്നേ തന്നെ റെയിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ ഭയങ്കര സെക്യൂർഡാണ്. കുട്ടികളെ പുറത്തേക്ക് ഇറക്കൊന്നുമില്ല. നമ്മളവിടെ സ്കൂളിലെത്തി. റസുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് അവിടെ എല്ലാവരും കണ്ടപ്പോൾ. ആദ്യം തന്നെ മറ്റേ പാർക്കിൻ്റെ സെക്ഷനിലേക്കാണ് നോക്കുന്നത്. ഇനി അവിടുന്ന് പോയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ കുറേ കുട്ടികൾ വന്നിക്കണം. പണ്ടത്തെ പോലെ ആരും കരയണമൊന്നുമില്ല കേട്ടോ. ഒരു കുട്ടികളും കരയണോ ഒന്നുമില്ല, വാശി പിടിക്കണമൊന്നുമില്ല. എല്ലാവരും നല്ല ഡീസൻറ്റ്. നമ്മളൊക്കെ പഠിക്കുന്ന ടൈമിൽ ചെല്ലുമ്പോൾ തന്നെ ഒരു ഭീകരാന്തരീക്ഷീകരം. കാരണം കുട്ടികൾ അവിടുന്ന് കരച്ചിൽ. പക്ഷെ അപ്പം അങ്ങനെയൊന്നുമില്ല. ഭയങ്കര സൗഹൃദ കൂട്ടായ്മ ഇതുണ്ട്. അതിനനുസരിച്ച് ടീച്ചേഴ്സും അവരനുസരിച്ച് അങ്ങനെ അവരോട് പെരുമാറുക തോന്നുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു ഫോട്ടോ സെക്ഷനൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കോളേജിലൊക്കെ കാണലുണ്ട്. ഞങ്ങളെ കോളേജിലൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഒരു ഫോട്ടോ സെക്ഷൻ. ഇപ്പോൾ കുട്ടികൾക്കും ഉണ്ട് അവിടെ ഒരു ഫോട്ടോ സെക്ഷൻ. അതിൻ്റെ ബാക്കിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കുക നല്ലൊരു ഐഡിയ ആണ്. നല്ല ഇഷ്ടമായി ആ ഫോട്ടോ സെക്ഷൻ കാണാൻ. ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഒരു മെമ്മറി ആയിട്ട് കുട്ടികൾക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന ഓരോ കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ ഫോണും കാര്യമൊക്കെ ഉണ്ടാവുകൊണ്ട് കുഴപ്പമില്ല. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൽ ഫോണില്ല. ായിട്ട് പോസ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് റസുവിൻ്റെ ക്ലാസ്. നല്ല അടിപൊളി പെയിൻറ്റിങ്സും ഒക്കെ വരച്ച് വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. ക്ലാസ്സിൽ കയറി ചെല്ലുമ്പോൾ തന്നെ കാണാൻ കാർട്ടൂൺസും നല്ല കളർഫുൾ അറ്റ്മോസ്ഫിയറിൽ കുട്ടികൾക്ക് ചെല്ലാൻ തന്നെ തോന്നുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ റസുവക്കുട്ടി ആദ്യമായിട്ട് അവളെ LKG ക്ലാസ്സിൽ കയറാൻ നിൽക്കുക കേട്ടോ. ഒരു സൈഡ് വലിവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയായിട്ട് തള്ളിവിട്ടു. സ്വാഗതം എന്നൊക്കെ എഴുതിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മളും കയറി ക്ലാസ് കേട്ടോ. പേരൻസ് എല്ലാ കുട്ടികളൊപ്പം പേരൻസ് ഉണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ആർക്കും വലിയൊരു കുഴപ്പമില്ലാത്ത. എന്നാലും കരച്ചിലൊക്കെ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ ഒന്നും കുട്ടികളൊന്നും കരയണില്ല. അങ്ങനെ റസുവ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കാൻ പറഞ്ഞപ്പോൾ റസുവ ബാക്ക് ബെഞ്ചിൽ പോയിരുന്നു. നമ്മൾ അനിയത്തികളാവുകൊണ്ട് പിന്നെ അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അങ്ങനെ ഒരു ബാക്ക് ഇപ്പോൾ കൊണ്ടുപോയില്ല. ഒരു സെൻറ്റർ കൊണ്ടുപോയി ഇരുത്തിട്ടോ. അങ്ങനെ ഞാൻ വേറെ കുട്ടികളൊക്കെ അങ്ങനെ നോക്കി. ഇത് 2ലും 3ലൊക്കെ പഠിക്കണ കുട്ടികളെ താത്താരൊക്കെ തോന്നുന്നുണ്ട്. ഗവൺമെൻറ് സ്കൂളുകളിൽ ഇപ്പോൾ ഭയങ്കര ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെയാണ്.
ക്ലാസ് റൂം കണ്ടാൽ നല്ലൊരു ഹൈടെക് ആയിട്ടുള്ള രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. ക്ലാസ് റൂമിൽ തന്നെ വാഷ്റൂമും കാര്യങ്ങളും TV ഒക്കെ വരുന്നുണ്ട്. കുട്ടികളുടെ കാര്യങ്ങൾ മേജറായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ആ ക്ലാസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. LKG കുട്ടികൾക്ക് പ്രത്യേകിച്ചും വാഷ്റൂമും കാര്യമൊക്കെ ആ ക്ലാസ്സിൽ ഉണ്ടാവുന്നത് നല്ലതാണ്. കാരണം അവർ ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ അവർക്കിങ്ങനെ പോകാൻ തോന്നുമ്പോഴൊക്കെ പറയൂലല്ലോ. അങ്ങനെ അത് നല്ലൊരു ഇതാട്ടോ. പിന്നെ അങ്ങനെ ഈ കുട്ടി ഒന്നിങ്ങനെ കരയുണ്ട്. കുറച്ച് ടൈമേ കരഞ്ഞുള്ളൂ, പിന്നെ ഓന് ശരിയായി. ഓലെ സാറ് വന്നിട്ട് എല്ലാവർക്കും ബലൂണൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഒന്ന് ഉഷാർ കുറവുള്ള എല്ലാ കുട്ടികളും ഒന്ന് എനർജറ്റിക് ആയിട്ടോ. കാരണം ബലൂൺ എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികളെ വീക്ക്നെസ് ആണല്ലോ. അപ്പോൾ അതൊക്കെ കൈ കൊടുത്തപ്പോൾ ഓൽക്കൊരു ഉഷാർ വന്നു. നല്ല ഭംഗിയുടെ ബലൂണും കൂടി വന്നപ്പോൾ ഒന്നും കൂടി കളർഫുള്ളായി ഓരോ ക്ലാസ് റൂം. കുട്ടികൾ ആ ബലൂണ് പിടിച്ചിരിക്കണം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. എൻ്റെ ക്ലാസ് കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞ വർഷം കഴിഞ്ഞു. അപ്പോൾ ഈ June 1 വന്നപ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു. ഇനി ഇങ്ങോട്ട് കോളേജോ സ്കൂളൊന്നും ഇല്ലല്ലോ, ഇനിയിപ്പോൾ എന്ത് പഠിച്ചാലും ആ പണ്ടത്തെ വൈബ് ആവില്ലല്ലോ. അപ്പോൾ ഇന്ന് പ്രവേശനോത്സവത്തിന് ഇവരെ കൂടെ വന്നപ്പോൾ എന്തോ ഞാനൊരു സ്കൂളിൽ പോയപ്പോഴത്തെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഒരു സ്കൂളില്ലാത്തൊരു വിഷമം തോന്നിയില്ല. കാരണം ഞാനും ഇവിടെ എന്തിനോ പഠിക്കാൻ വന്ന പോലെ, എൻ്റെ ഒരു പ്രവേശനോത്സവത്തിന് വന്ന പോലെ തോന്നി ഇതിൻ്റെ ഇടയിൽ ഇരുന്നപ്പോൾ. നല്ല ഇഷ്ടമായി. നമ്മളൊക്കെ പഠിച്ചപ്പോൾ നമുക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല ആ ഒരു സങ്കടത്തിൽ. പക്ഷേ ഈ കുട്ടികളൊക്കെ ഓലൊക്കെ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുക. നല്ലൊരു കാലമാണ് അവർക്ക് തുടക്കം കുറിക്കണമെന്ന് ഓൽക്ക് അറിയില്ലല്ലോ. നമ്മൾ കഴിഞ്ഞു പോയ ആൾക്കാർക്കാണ് അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുക. ഇനി ഇല്ലല്ലോ എന്നുള്ളൊരു സങ്കടം. പക്ഷേ ഇവരൊക്കെ ഇനി തുടങ്ങുകയാണ്. ഇനിയൊരു 10-16 വർഷം LKG UKG മുതൽ +2 വരെ സ്കൂൾ ലൈഫ്. പിന്നെ അങ്ങോട്ട് കോളേജും ബാക്കിയുള്ള കോഴ്സൊന്നും ഈ ഒരു സ്കൂൾ ലൈഫൊക്കെ എത്തൂല. പിന്നെ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചവർക്ക് പ്രത്യേകിച്ചും കുറച്ചധികം ന്യൂസ്റ്റും ഉണ്ടാവും. കാരണം അഴിച്ചു വിട്ടിക്കല്ലേന്നില്ലേ. അപ്പോൾ പിന്നെ ഗവൺമെൻറ് സ്കൂളാണെങ്കിലും നല്ല ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുട്ടികൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കിരീടം വെച്ചെടുക്കണ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഓരോരുത്തർ തലയുടെ അളവൊക്കെ എടുത്തിട്ട് കിരീടമൊക്കെ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കിരീടമൊക്കെ വെച്ച് ഉഷാറായി ബലൂണൊക്കെ പിടിച്ചിട്ട് വീണ്ടും സീറ്റിൽ പോയിരുന്നു കേട്ടോ. ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്, ആളുകളുണ്ടായിരുന്നില്ല, ആകെപ്പെട്ടു. അങ്ങനെ ഓളെ ഫ്രണ്ടാണ് ആ പട്ടുപാടിട്ട കുട്ടി.
ഞങ്ങളടുത്ത വീട്ടിലെ കുട്ടിയാണ്. അപ്പോൾ അവൾക്ക് ആദ്യം പരിചയമുണ്ട് അംഗനവാടിയിലൊക്കെ പോയിട്ട്. ഇനി മുകളിൽ എന്തൊക്കെ പ്രസംഗമൊക്കെ ഉണ്ട്, അതാണ് നമുക്ക് പറ്റാത്ത കാര്യം. അങ്ങോട്ട് മുകളിൽ കയറി പോവാണ്, കുട്ടികളെ കൊണ്ടാണ് പോണത് കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഓളെ നല്ല പോണ്, ഓളെ പാവാട പൊക്കി കൊടുക്കുകയാണോ ഓളെ പാവാട പിടിച്ച് വലിക്കുകയാണോ എന്നറിയില്ല. ഓൾക്ക് ആകെ ബുദ്ധിമുട്ടാവുന്നുണ്ട്. അങ്ങനെ ഓലെ കയറ്റം കണ്ടിട്ട് ചിരി വന്ന് ഞാനത് വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ എൻ്റെ നേരെ താഴെ അനിയത്തിയാണ് റിയ. ഓളാട്ടോ പ്രാർത്ഥന ഒക്കെ ചെല്ലുന്നോള് സ്കൂളത്തെ മെയിൻ ആയിക്കുന്ന ഓളെ വിചാരം. അപ്പോൾ ടീച്ചർ രാവിലെ വിളിച്ചിട്ട് റിയ പ്രാർത്ഥന ഒക്കെ പഠിച്ച് തരണട്ടോ, ഇനി പ്രാർത്ഥനയൊക്കെ ചെല്ലാൻ വേണ്ടി വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ഫുൾ പട്ടിഷോ ആയിരുന്നു. അങ്ങനെ ഉള്ള പ്രാർത്ഥന ഞാൻ കുറച്ച് ഷൂട്ട് ചെയ്തു. പിന്നെ ഓരോ പി ടി എക്കാരും കമ്മിറ്റിക്കാരും അങ്ങനെ ആരൊക്കെ സംസാരിക്കുമായിരുന്നു. ഇവിടുത്തെ എച്ചമ്മും അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ താഴെ പായസം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആകെ അത് ലക്ഷ്യം വെച്ചിട്ടാണ് പോയത്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോന്നു. പിന്നെ വരുന്ന വഴിയിൽ ഉമ്മ അംഗനവാടി പോയിരുന്നു. അങ്ങനെ അവിടുന്ന് ഒരു പൂർവ്വ വിദ്യാർത്ഥി എൻ്റെ മൊമെൻ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്നലെ എടുത്ത വീഡിയോ ഒന്നാണ് അപ്ലോഡ് ചെയ്യുന്നത്, 3-ാം തീയതി എടുത്ത വീഡിയോ 4-ാം തീയതിയാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഒറ്റയ്ക്ക് ആൾ സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്, എന്തായിട്ടുണ്ടെന്നാണോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ. ഇനി വരുന്ന വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇങ്ങനത്തെ പല വീഡിയോസ് ഉണ്ട്, അധികം ബ്യൂട്ടി ഫാഷൻ റിലേറ്റഡ് വീഡിയോ ആണുള്ളത്.